അടിസ്ഥാനത്തിലാണ് UDF കൺവീനറെ ചോദ്യം ചെയ്തത്? അദ്ദേഹത്തിൻ്റെ കൂടെ ഫോട്ടോ ഉണ്ടെന്നോ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഉണ്ടെന്നുള്ളതിൻ്റെ പേരിലാണോ? ഞങ്ങൾക്കൊരു വിരോധമില്ല അടൂർ പ്രകാശ് ചോദ്യം ചെയ്ത്. ഫോട്ടോയുള്ള പിണറായി വിജയനെ കൂടി ചോദ്യം ചെയ്താൽ മതി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ കളവ് പുറത്തു വരുന്നതിന് മുമ്പ് ഉള്ള ഫോട്ടോ ഉള്ള എല്ലാവരെയും ചോദ്യം ചെയ്യണമെങ്കിൽ ഒരു വിരോധമില്ല. പിണറായി വിജയൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ പടമുണ്ട്, ചോദ്യം ചെയ്തോട്ടെ. അല്ലാതെ ഞാൻ ചോദിക്കട്ടെ, 3 CPM നേതാക്കന്മാർ ജയിലിൽ കിടക്കുകയാണ് അയ്യപ്പൻ്റെ സ്വർണം കവർന്നതിന്. ആണല്ലോ ഒരു നടപടിയെടുത്തില്ല. ഇവിടെ പയ്യന്നൂരിൽ ധനരാജൻ്റെ രക്തസാക്ഷി ഫണ്ട് പാർട്ടിയുടെ MLA അടക്കമുള്ള നേതാക്കൾ തട്ടിയെടുത്തു എന്ന ആരോപണം ഉന്നയിച്ച പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിയെടുത്തു. തട്ടിപ്പ് നടത്തി എന്ന് ചൂണ്ടിക്കാണിച്ച ആൾക്കെതിരെ നടപടിയെടുത്തു. തട്ടിപ്പ് നടത്തി ജയിലിൽ കിടക്കുന്ന ആളുകൾക്കെതിരെ നടപടിയില്ല. ഇതെന്തൊരു പാർട്ടിയാണ്? അത് ഞങ്ങൾ പറഞ്ഞല്ലോ, SITയുടെ മീതെ സർക്കാർ സമ്മർദ്ദം ചെലുത്തുകയാണ്. എത്ര പ്രാവശ്യം വേണമെങ്കിലും മൊഴിയെടുത്തോട്ടെ, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയും. 2019 ഈ കളവ് നടന്നത് ആണല്ലോ. അന്ന് പിണറായി വിജയനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി, LDF ഭരണമാണ്. അവർ വെച്ച പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റ്സ് ആണ് അവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും. അവരാണ് കളവ് നടത്തിയതിൻ്റെ പേരിൽ 2 ദേവസ്വം ബോർഡ് മെമ്പർമാർ ജയിലിൽ കിടക്കുകയാണ്. അത് CPMനും CPM വെച്ച നേതാക്കൾക്കും ആണ് അയ്യപ്പൻ്റെ സ്വർണം കവർന്നതിൽ പങ്ക്. പിന്നെ പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തു. ഫോട്ടോ എടുത്തതിൻ്റെ പേരിലാണെങ്കിൽ ഇയാൾ കള്ളനാണ് എന്ന് പുറത്തു വരുന്നതിന് മുമ്പുള്ള ഫോട്ടോയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി നിൽക്കുമോ? ഇദ്ദേഹം കള്ളനാണ് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുമായിരുന്നോ? അതുപോലെ തന്നെ ഇയാൾ കള്ളനാണെന്ന് അറിയില്ല, അദ്ദേഹത്തിൻ്റെ ലോകസഭാ സീറ്റിൽപ്പെട്ട ഒരാളാണ്, ഒരു വോട്ടറാണ്, അത്രയേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. എന്നിട്ട് പുകമറ ഉണ്ടാക്കി കുറേ സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരണം നടത്തിയാൽ CPM പെട്ടിരിക്കുന്ന ഈ അബദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതണ്ട. സ്വർണം കട്ടത് ആരാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അതിനാണ് 3 CPM നേതാക്കൾ ജയിലിൽ കിടക്കണം. അന്വേഷണം ഒന്നും കൂടി നീണ്ടുപോയാൽ ക്യൂവിൽ നിൽക്കുന്ന കുറേ പേര് കൂടി അകത്ത് വരും. അതും CPM നേതാക്കളായിരിക്കും, ഒരു സംശയം വേണം.